നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരിക്കുന്ന കാലയളവിൽ വളരെ ഗൗരവമേറിയ പല ആത്മീയ സത്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരുമായി തൻ്റെ ശ്രോതാക്കളുമായി കൈമാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഗൗരവമേറിയ ഒരു നിത്യതയുടെ വെളിപ്പാട് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഇതേ കാര്യം തന്നെ മത്തായിയും മർക്കോസും പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ലേക്ക് വരുമ്പോഴും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം 3 സുവിശേഷകന്മാരും വളരെ ഗൗരവമായി കൈമാറുന്ന ഒരു ദൂത്, സ്തോത്രം, ജീവനെ നഷ്ടപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഭനഷ്ട കണക്കാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. ലാഭനഷ്ട കണക്ക്. 2 പദങ്ങൾ ശ്രദ്ധിക്കുക. 1 നേടുക, 2 നഷ്ടപ്പെടുത്തുക. നേടാനായിട്ടാണ് സകല മനുഷ്യരും വ്യഗ്രത കൊള്ളുന്നത്. അധ്വാനിക്കുന്നത്, പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത് എല്ലാം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ആഗ്രഹത്തോടു കൂടെ. അതിൽ തെറ്റൊന്നുമില്ല. ദൈവം ആരോഗ്യവും ആയുസ്സും ഒക്കെ തരുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ നന്മകളെ നേടാൻ കഴിയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഈ വാക്യത്തിൽ ഒരു വലിയ ദൂത് മറഞ്ഞു കിടപ്പുണ്ട്. സർവ്വലോകവും ഒരു മനുഷ്യനെ നേടാൻ കഴിഞ്ഞാലും, ഒന്നുകൂടെ പറഞ്ഞാൽ നിത്യത നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർവ്വലോകവും നേടിയിട്ട് എന്ന വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്? സർവ്വലോകവും. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ച് നിത്യതയോടുള്ള ബന്ധത്തിൽ അവൻ്റെ അറിവ് പരിമിതമാണ്. എന്നാൽ 10 ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ ആ വ്യക്തിയോട് ചോദിച്ചാൽ വളരെ വ്യക്തമായി അദ്ദേഹം ആ നഷ്ടത്തിൻ്റെ കണക്ക് പറയും. അതിൻ്റെ ആഴം എന്തോരമുണ്ട്, എത്രത്തോളം പ്രയാസം ആ നഷ്ടത്തിൽ തനിക്കുണ്ടെന്നുള്ളത് 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചാൽ പറയും. അപ്പം സർവ്വലോകവും എന്ന വാക്കവിടെ ഉപയോഗിച്ചതിൻ്റെ കാരണം നഷ്ടമാകുന്ന ജീവന്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ലോകത്തെക്കാൾ വിലയുള്ള ഒന്നാണ് നിത്യജീവൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആമേൻ അങ്ങനെ ഒരു പ്രയോഗം അവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ചിന്ത. സർവ്വലോകവും നേടുക. നേടുന്നതിനൊന്നും കുഴപ്പമില്ല. ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്, ദൈവം അധ്വാനിക്കാൻ അവസരങ്ങൾ തരുമ്പോൾ വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. അധ്വാനിക്കുകയും ആമേൻ നന്മകൾ നേടുകയും എത്രത്തോളം ഈ ലോകത്ത് ഉയരാമോ അത്രത്തോളം ഉയരുന്നതിനകത്തൊന്നും തെറ്റൊന്നുമില്ല. എന്നാൽ അതിനുവേണ്ടി മാത്രം നിന്റെ ജീവിതം മാറ്റിവെക്കുമ്പോൾ നീ മറക്കരുത് പ്രിയരെ, നമുക്ക് നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ് എന്ന വലിയ യാഥാർത്ഥ്യം ഈ സമയം നിങ്ങൾ മനസ്സിലാക്കണം. പലരുടെയും ചിന്ത ഈ ഭൂമിയിൽ അങ്ങ് സന്തോഷിച്ച് ആനന്ദിച്ച് ഈ ഭൂമിയിൽ എങ്ങനെയുമൊക്കെ അങ്ങ്, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചങ്ങ് പൊളിക്കണം, തകർത്തു വാരണം എന്നൊക്കെയുള്ള ഒരു ചിന്താ മനോഭാവം പല വിശ്വാസികളുടെ ഇടയിൽ പോലുമുണ്ട്. നാളെ അവർ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്താണ്? ഒരു നിത്യതയെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട വളരെ അപകടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു. ഇന്നത്തെ തലമുറകളിൽ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സർവ്വലോകവും നേടാനുള്ള വ്യഗ്രതയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്.
ഇന്നത്തെ ചിലരുടെ മനോഭാവം, എനിക്ക് സർവ്വലോകം നേടുകയും ചെയ്യണം, എന്നാൽ നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യണം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്. കാരണം ആത്മീയ ഉയർച്ചയിൽ മുന്നേറി വരണമെങ്കിൽ ഭൗതിക മേഖലകളിൽ പലയിടങ്ങളിൽ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ സമയം വില കൊടുക്കേണ്ടി വരും, നമ്മുടെ ആരോഗ്യം വില കൊടുക്കേണ്ടി വരും. ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ മറ്റു പല മേഖലകൾ നമുക്ക് വില കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24 വരുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ചിലത് നഷ്ടപ്പെടുത്താതെ നമുക്ക് മറ്റു ചിലത് പ്രാപിക്കാൻ ഒക്കത്തില്ല. ആത്മീയമായി നമ്മൾ ചിലത് നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾ മറ്റു പലതിനെയും നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. അതാണ് ഈ വാക്യത്തിൽ വളരെ ഗൗരവത്തോടെ എഴുതിയിരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. ഗോതമ്പ് മണി നിലത്തു വീണു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അവിടെ ഒരു മാറ്റം സംഭവിക്കുക, അവിടെ ഒരു മരണം സംഭവിക്കുക, അവിടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുകയാണ്. ചാകാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഗോതമ്പ് മണിക്ക് മാത്രമേ വളരെ വിളവ് പുറപ്പെടുവിക്കാനൊക്കത്തുള്ളൂ. നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മകളെല്ലാം വാരിക്കോരി നഷ്ടപ്പെടുത്തണമെന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ താല്പര്യം. ആത്മീയ മേഖലകളിൽ നമ്മൾ പലതിനും വില കൊടുക്കേണ്ട വരും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇരിക്കാൻ വില കൊടുക്കണ്ടേ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയം ചെലവാക്കണ്ടേ? ദൈവരാജ്യത്തിനു വേണ്ടി കൊടുക്കാൻ നമ്മുടെ പണം ചെലവാക്കണ്ടേ? നമ്മുടെ ആരോഗ്യം ചെലവാക്കണ്ടേ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകൾ, ദൈവം തന്നിരിക്കുന്ന സകല സാഹചര്യങ്ങളും ആത്മീയ മേഖലകൾക്ക് വേണ്ടി ചെലവാക്കണ്ടേ? എന്തൊക്കെ നേടിയാലും നേടേണ്ട നിത്യജീവൻ നേടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും അത് വെറും ശൂന്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ നേടിയാലും, എത്ര കോടീശ്വരനായാലും, എന്തൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞാലും, സ്തോത്രം പ്രിയരേ, ദൈവരാജ്യത്തിൽ, നിത്യരാജ്യത്തിൽ യേശുവിനോട് കൂടെ വാഴാൻ കഴിയുന്നില്ല എന്ന് വരികിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചത് കൊണ്ട് ഒരർത്ഥവുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ, സ്തോത്രം, മറ്റാരുമല്ല, അവനവൻ തന്നെയാണ് ഈ നഷ്ടത്തിന്റെ ഉത്തരവാദി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയം വ്യക്തിപരമാണ്. നിങ്ങൾ സഭായോഗത്തിന് പോകുമ്പോൾ, ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ എല്ലാവരും പാടുന്നത് കൊണ്ട് നിങ്ങളും പാടി, അതുകൊണ്ട് നിങ്ങളിൽ ദൈവം പ്രസാദിക്കണമെന്നൊന്നുമില്ല. വ്യക്തിപരമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമല്ല, ദൈവത്തോട് അടുക്കാൻ ഒരു മനോഭാവത്തോടുകൂടെ വേണം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ. എൻ്റെ വിഷയം പരിഹരിക്കുന്ന ഒരു പരിഹാരകനായി മാത്രം യേശുവിനെ നിങ്ങൾ കാണാതെ, നിത്യതയുടെ വാഗ്ദത്തം തന്നത് യേശുവാണ്, യേശുവിനോടൊപ്പം എനിക്ക് ജീവിക്കണം എന്ന ഒരു വലിയ വാഞ്ച അകത്തുണ്ടാകണം. ആരും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. ദൈവസന്നിധി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമായിരിക്കും അവിടെ ഉത്തരം കൊടുക്കേണ്ടവർ. നമ്മുടെ കൂട്ടുകാരവിടെ കാണില്ല, നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ സഭാ ശുശ്രൂഷകനോ സഭാ വിശ്വാസികളോ അവിടെ കാണില്ല. നമ്മൾ ഓരോരുത്തരുമായിരിക്കണം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയരെ, നിത്യജീവൻ എന്ന വാഗ്ദത്തം നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ,
ദൈവം ഞങ്ങൾക്ക് ആരോഗ്യം, ആയുസ്, ബലം ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഈ ഭൂമിയിൽ അധ്വാനിച്ച് നന്മ ഞങ്ങൾ പ്രാപിക്കുമ്പോൾ എല്ലാറ്റിനെക്കാട്ടിലും ഉപരി ദൈവരാജ്യം, നിത്യജീവൻ എന്ന വലിയ വെളിപ്പാട് ഞങ്ങളുടെ അകത്ത് കർത്താവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കണം. കുറവുകളെ, ബലഹീനതകൾ, കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് കൂടെ പിന്നെയും അടുത്തിരിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.